മധുര എന്ന വലിയൊരു രാജ്യം. ആ ഒരു രാജ്യത്ത് ഭരിച്ചിരുന്ന ക്രൂരനായ രാജാവാണ് കംസൻ. ഒരു ദിവസം ഇരിക്കെ കംസന്റെ സഹോദരിയായിട്ടുള്ള ദേവകിയുടെ വിവാഹം വസുദേവനുമായി കഴിഞ്ഞു. ആ ഒരു സന്തോഷ നിമിഷത്തിൽ ഒരു ആകാശവാണി കേട്ടു. കംസ, നിന്റെ സഹോദരിയുടെ 8ാമത്തെ മകൻ തന്നെയാണ് നിന്റെ അവസാനം വരുത്തുക. ഭയവും സംശയവും തോന്നിയ രാജാവ് ദേവകിയും വസുദേവിനെയും തടവിലടച്ചു. ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും കംസൻ ക്രൂരമായി അവരെ വധിച്ചു കളഞ്ഞു. ഒരു ഇടിയോട് കൂടി മഴയുള്ളൊരു രാത്രിയിൽ ആ തടവിൽ 4 കൈകളുള്ള വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. തന്റെ പൂർണ്ണാവതാരമായ കൃഷ്ണനെ ഗോകുലത്തിലേക്ക് എത്തിക്കാനും എന്നിട്ട് അവിടെ യശോദയ്ക്ക് പിറന്ന ആ പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ട് തിരികെ മധുരയിലേക്ക് എത്താനും പറഞ്ഞു. ദേവകിയും വസുദേവനും ഭയത്തിൽ നിന്ന് ആരാധനയിലേക്ക് മാറി. പിന്നീട് ഭഗവാൻ വിഷ്ണു തന്റെ 16 കലകളോട് കൂടി കുഞ്ഞികൃഷ്ണ രൂപത്തിൽ പ്രത്യക്ഷനായി. ഞൊടിയിടയിൽ അത്ഭുതകരമായ സംഭവമായി. വസുദേവന്റെ കയ്യിൽ അണിഞ്ഞ ചെങ്ങലകൾ തകർന്നു. തടവറയുടെ വാതിലുകൾ തനിയെ തുറന്നു. കാവൽക്കാർ ഉറങ്ങിപ്പോയി. ദിവ്യ ശിശുവിനെ കയ്യിലേന്തി വസുദേവൻ കനത്ത മഴയുള്ള രാത്രി യമുനാ നദിയിലിറങ്ങി. ദൈവത്തിന്റെ കൃപയോടെ നദി വഴിമാറി. കൃഷ്ണനെ മഴയിൽ നിന്നും കാക്കാൻ ശേഷനാഗവും പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ വസുദേവൻ ഗോകുലത്തിലെത്തിയതോടെ യശോദയുടെ അരികിൽ കിടന്നിരുന്ന മകളെ എടുത്തിട്ട് സാക്ഷാൽ ശ്രീകൃഷ്ണനെ യശോദയുടെ അരികിൽ വെച്ചിട്ട് അവിടുന്ന് തിരിഞ്ഞു. മധുരയിലെത്തിയ വസുദേവൻ തടവറയിൽ കയറിയതോടെ തന്നെ കാവൽക്കാർ ഉണർന്നു. കയ്യിലെ ചെങ്ങലകൾ വീണ്ടും വന്നു. വാതിലുകൾ തനിയായി. വസുദേവന്റെ കയ്യിലുള്ള കുഞ്ഞു ശബ്ദിക്കാൻ തുടങ്ങി. അതിന്റെ ശബ്ദം കേട്ട കാവൽക്കാർ ഉടനെ തന്നെ കംസനെ അറിയിച്ചു. കംസൻ പെട്ടെന്ന് ഓടി അവിടെ എത്തി. കുഞ്ഞിനെ എടുത്ത് എറിഞ്ഞുവെങ്കിൽ കൂടി അത് യോഗമായയുടെ രൂപം കൈക്കൊള്ളുകയും ദേവി കംസനെ വീണ്ടും താക്കീത് കൊടുക്കുകയും ചെയ്തു. ദുഷ്ടനായ കംസ, നിന്റെ അന്ധകനായ കുഞ്ഞ് ഈ ഭൂമിയിൽ അവതാരം കൈക്കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇത് കേട്ട കംസൻ ഭയത്തിൽ ആണ്ടുപോവുകയും ചെയ്തു.